അല്ലെങ്കിൽ തന്നെ ഈ ആറാട്ടണ്ണൻ എന്തിനാ എല്ലാവർക്കും കയറി ക്ഷയിക്കാൻ കൊടുക്കുന്നത്? എല്ലാവർക്കും ക്ഷയിക്കാൻ കൊടുക്കുന്ന എന്തെങ്കിലും നേർച്ച നടന്നിട്ടുണ്ടോ ആറാട്ടണ്ണൻ? അല്ല, ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ വേറെ ആരും ക്ഷയിക്കാൻ കൊടുക്കാൻ ചെല്ലുന്നില്ല, അല്ലെങ്കിൽ ആർക്കും അങ്ങനെ ഒരു താല്പര്യം തോന്നുന്നില്ല. അങ്ങനെ കാണുന്ന എല്ലാ സെലിബ്രിറ്റികൾക്കും ക്ഷയിക്കാൻ കൊടുക്കാൻ തോന്നുന്നത് ഒരു സെലിബ്രിറ്റി വർഷിപ്പ് സിൻഡ്രോം ആണോ? അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞാലേ, ഇനി അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു കാർഡ് കൈ കരുതുന്നതല്ലായിരിക്കും, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ആർക്കും വിരോധമൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ ഐശ്വര്യലക്ഷ്മിയുടെ കേസ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് 3 പ്രാവശ്യം അവർ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു അതേ ദിവസം, തിയേറ്ററിനകത്ത് വെച്ച് പുറത്ത് വെച്ച്. അവസാനം വന്നപ്പോൾ പോയി എന്നാണ് പറഞ്ഞ് ഓടിച്ചായി കാണുന്നത്. ഞാനെങ്ങനെയാണ് തെറി വിളിച്ചേനെ. അതിൽ ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന അത്ര രസമുള്ളൊരു പരിപാടിയല്ലെന്നേ, ഒരു സുഖമില്ല. എന്തിനാ ഈ ആൾക്കാരുടെ എല്ലാം കയ്യെ കയറി പിടിക്കുന്നത്? ഇത് ആവശ്യമില്ലാത്തൊരു പരിപാടി. ഇതെന്തോ വലിയ ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന പരിപാടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആവുന്നത് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ച് പലരും ചെയ്യാറുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമില്ലാത്തടത്തെല്ലാം കാണുന്നവരെല്ലാം അങ്ങ് കൈ കൊടുക്കുക, കണ്ട ഉടനെ അങ്ങ് ഷെയ്ക്ക് ഹാൻഡ്. അത് ഇവിടെ ഉള്ളവരൊക്കെ എന്തോ കാണിച്ചിട്ടൊക്കെയാണ് വരുന്നതെന്ന് ആർക്കറിയാം. ഞാനാണെങ്കിൽ മൂക്കിലൊക്കെ തൊടാറുണ്ട്. അതുകൊണ്ട് എനിക്കാരും ഷെയ്ക്ക് ഹാൻഡ് തരണ്ട, എനിക്ക് വലിയ താല്പര്യമില്ല ഇത്. അതുകൊണ്ട് മൂക്കി കൈയിട്ടിട്ടൊക്കെ ചിലപ്പോൾ ഞാൻ കൈ തന്നിരിക്കും. അതുകൊണ്ട് എന്നെ കാണുമ്പോൾ ആരും ഷെയ്ക്ക് ഹാൻഡ് തരണം. ഞാൻ ചിലപ്പോൾ പല്ലിനിടയിലൊക്കെ കുത്തുമൊക്കെ ചെയ്യും, ഇല്ല വെറുതെ തുപ്പും കയ്യിലൊക്കെ. അതുകൊണ്ട് അങ്ങനെ ആർക്കും ഷെയ്ക്ക് ഹാൻഡൊന്നും കൊടുക്കണ്ട, വെറുതെ ഷെയ്ക്ക് ഹാൻഡ് മേടിക്കാൻ നടക്കുമോ? പിന്നെ ഒരാൾക്കൊരു 3 പ്രാവശ്യം ഒന്നും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ ആർക്കും പറ്റത്തില്ല കേട്ടോ. ആ ഐശ്വര്യ നല്ലൊരു ആളായതുകൊണ്ട് 2 പ്രാവശ്യം കൊടുത്ത്, 1ാമത് കൊടുത്ത് പിന്നെ 2ാമത് കൊടുക്കുമ്പോഴത്തേക്കിന് ഇതേപോലെ ആട്ടി ഓടിക്കേണ്ടതാണ്. അത് അവരായതുകൊണ്ട്, മര്യാദയുള്ള ഒരാളായതുകൊണ്ടാണ് നടന്നത്. ഈ മലയാള സിനിമാടികളിൽ എനിക്ക് ആകെ 2 പേരോട് എന്തെങ്കിലും ഒരു എന്താ പറയുക ഇഷ്ടമല്ല താല്പര്യം തോന്നിയേക്കുന്ന, ഒന്ന് അനാർക്കലി മരിക്കാറും, ഒന്ന് ഈ എന്തോ അതിന് പെട്ടെന്ന് പേരും മറന്നുപോയി. ആ പെങ്കൊച്ച ശ്രീലക്ഷ്മിയോ എന്താ അതിൻ്റെ പേര്, ഐശ്വര്യലക്ഷ്മി. അതെ, അവരായതുകൊണ്ട് അത്രേ സംഭവിച്ചുള്ളൂ. അല്ല, മറ്റേവളെങ്ങാനായിരിക്കണം. ആരെന്നറിയാം, മറ്റേ ലോ കോളേജിൽ ചെന്നപ്പോൾ ഒരുത്തും തോളത്ത് തൊട്ടപ്പോൾ എന്താ അവിടെ പേര്, ആ നടിയൊക്കെയാണ് ആറാട്ടണ്ണൻ നാറിപ്പോയത്. കാരണം അത് നാറ്റക്കേസ് ആക്കിയിട്ടേ അവൾ പോകത്തുള്ളൂ. എന്നിട്ട് അതും പറഞ്ഞിരിക്കുകയും ചെയ്യും. വിവരമൊന്നും ഇല്ലാത്ത ടീംസൊക്കെ അടുത്ത് പോകാത്തതാണ് നല്ലത്. ഇവർക്ക് കുറച്ച് വിവരവും ബോധവും വെളിവൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് അലമ്പായില്ല.